ഇന്ന് നമ്മളിവിടെ പറയുന്നത് നമ്മളെ ചെടികളെയൊക്കെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു തരം പുഴുക്കളെക്കുറിച്ചാണ്. അതിപ്പോൾ ചെറിയ പുഴുക്കളും കീടങ്ങളൊന്നുമല്ല, നന്നായിട്ട് നമ്മളെ കണ്ണിലൊക്കെ പിടിക്കുന്ന സൈസുള്ള പുഴു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ മരുന്നോ മറ്റുള്ള ഒന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇലതീനി പുഴുക്കൾ പല തരങ്ങളുണ്ട്. അപ്പോൾ അതിൽ വല്ലാതെ ഉപദ്രവിച്ച ഇല നന്നായിട്ട് തിന്നു തീർക്കുന്ന ഒരു തരമാണിത്. ഇത് ഇല ചുരുട്ടൊന്നുമില്ല, ഇലയും കമ്പും നന്നായിട്ട് തിന്നു തീർത്ത് മരം തന്നെ ഇല്ലാതാക്കും. പിന്നെ വളർച്ചയെ മുരടിച്ച് ഇങ്ങനെ മരം തന്നെ ഉണക്കികൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പുഴുവാണ് ഇപ്പോൾ ഇത്. ഭയങ്കര ശല്യമാണ്. ഇതിപ്പോൾ നമ്മൾ കായ പിടിക്കാനായിട്ടുള്ള ബട്ടർ തേയിലാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ചെറുനാരങ്ങയിലുണ്ടാവും, നാരകത്തിൻ്റെ തൈലുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നാറ്റമാണ്. പിന്നെ നിറയെ ഈ ആടിൻ്റെ കാഷ്ണം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അടിയിലൊക്കെ. അപ്പോൾ ആ ശല്യത്തെ ഒഴിവാക്കാനിപ്പോൾ നമ്മൾ മരുന്നായിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കൂടുതൽ എണ്ണമൊന്നും ഉണ്ടാവില്ല, ദിവസം ചെല്ലും തോറും ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നല്ലാതെ അത്ര കൂടുതൽ എണ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല തളിരിലയാണ് ഇവയുടെ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി വളരാതെ തളിരില വരുന്നതൊക്കെ ഇവർ തിന്നു തീർത്ത് ചെടി മുരടിച്ച് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ആ പുഴുവിനൊക്കെ ഒന്ന് തെരഞ്ഞു പിടിച്ച് ഒഴിവാക്കി കൊടുക്കണം. എന്തോ മരത്തെ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കണം. കാരണം വല്ലാത്തൊരു ദ്രോഹമാണ്. അവരുടെ ഭക്ഷണമാണെങ്കിലും ഈ മരത്തിനോട് ഭയങ്കര ദ്രോഹമായിട്ടാണ് ഇല വരുന്നതൊക്കെ തിന്ന് നശിപ്പിച്ച് കളയണം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മരുന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അതിനെ തെരഞ്ഞു പിടിച്ച് കൊന്നുകളയാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെറിയ ഡോസുള്ള മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ മരുന്നടിച്ചുകൊണ്ട് ഇത് ഇലക്കടിയിലും മറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ഒരു കേടുപാടില്ലാതെ. അപ്പോൾ നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന ചെടിയുടെ അടുത്തൊക്കെ നമ്മൾ ദിനമായിട്ട് സന്ദർശിക്കുമ്പോൾ അതിന് ഇലക്കൊക്കെ ഇങ്ങനെ വെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കാണും. ആദ്യമൊന്നും കാണില്ല, ഒരു പച്ച കളറാകുമ്പോൾ അവരെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. പക്ഷേ അവർ ഓടിക്കളയൊന്നും പിടിക്കൊന്നുമില്ല. നമുക്ക് സാവകാശം പിടിച്ചിട്ട് കൈകൊണ്ട് തന്നെ പിടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കത്രി കൊണ്ട് പിടിക്കുക, അല്ലെങ്കിൽ ആ ഇല കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം അതിനെ നശിപ്പിച്ച് കളയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. 2 ആഴ്ച കൊണ്ട് തന്നെ ചെടികൾ നല്ല രീതിയിലൊക്കെ വളർന്ന് റെഡിയായി വരും. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കണ്ണോടിച്ചാൽ മതി. വല്ല ഇലയും കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ 1 2 പുഴുക്കളുണ്ടാവും. അതെല്ലാം നമ്മൾ കണ്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പുഴുക്കളൊക്കെ തിന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് നനച്ച് വളർത്തുന്ന ചെടികളൊക്കെ വല്ലാതെ ഉപദ്രവിച്ച് വളരാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പുഴുക്കളൊക്കെ ഒന്ന് ഇല്ലാതാക്കിയാൽ മതി. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രതിവിധി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.